ഞാൻ ഡോക്ടർ ഗ്രീറ്റ, ENT കൺസൾട്ടൻറ്റ്, അപ്പോളോ എഡ്ലെക്സ് ഹോസ്പിറ്റൽ. ചെവി ചൊറിച്ചിൽ അധികമായി കാണുന്നത് നമുക്ക് ചെവിയിൽ അഴുക്ക് അടിഞ്ഞുകൂടുമ്പോഴാണ്. ഇയർ വാക്സ് എന്ന് പറയും. ഇയർ വാക്സ് എന്നുള്ളത് ഒരിക്കലും ഒരു അസുഖമല്ല, അത് ചെവിയിലുണ്ടാവുന്ന വിയർപ്പ് തുള്ളികളാണ്. അതിനെ തനിയെ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ചെവികൾക്കുണ്ട്. ചിലവർക്ക് ആ പ്രക്രിയ ശരിക്കും പ്രവർത്തിക്കാണ്ട് വരുമ്പോൾ അഴുക്ക് അധികമായി അടിഞ്ഞുകൂടുകയും അതിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യവും വരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ചെവി ചൊറിച്ചിൽ വരുമ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും ചെവിയുടെ ഉള്ളിൽ ഇടാനുള്ളൊരു ടെൻഡൻസിയാണ് നമുക്കുള്ളത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇടുമ്പോൾ ആ അഴുക്കിനെ നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക്, ഈ ചെവിയുടെ പാടയുടെ അടുത്തേക്ക് നമ്മൾ തള്ളി നീക്കുക ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ENT ഡോക്ടറിനെ കണ്ട് ഡോക്ടർ അഴുക്ക് കുതിരാനുള്ള ഒരു തുള്ളിമരുന്ന് തരികയും അതിനെ ക്ലീൻ ചെയ്ത് കളയുകയും ചെയ്യും. ചെവി ചൊറിച്ചിൽ മറ്റു കാരണങ്ങൾ കൊണ്ടും വരാം. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ചെവിയിൽ പൂപ്പൽ ബാധ അല്ലെങ്കിൽ ജലദോഷം ഭാഗമായി ചെവിയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് അലർജി ഉള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഡസ്റ്റ് അലർജി, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെ വരുമ്പോഴും ചെവി ചൊറിച്ചിൽ അനുഭവപ്പെടാം. ചിലവർക്ക് ഡ്രൈ സ്കിൻ കാണാറുണ്ട്. നമ്മുടെ തൊലിയൊക്കെ വരണ്ട് പൊട്ടുന്ന കണ്ടീഷൻസ് പോലെ ചെവിയിൽ വരണ്ട് തൊലിയുള്ളവർക്കും ഇതുപോലെ തന്നെ ചെവി ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. തലയിൽ ഡാൻഡ്രഫ് ഉള്ളപ്പോൾ ചെവി ചൊറിച്ചിൽ അനുഭവപ്പെടാം. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇയർ പോഡ്സ് യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ കേൾവി സഹായി ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നവർക്കും അധികമായി ചെവി ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളൊരു ENT ഡോക്ടറിനെ കണ്ട് ചെവി ചൊറിച്ചിലിൻ്റെ കാരണം നിർണ്ണയിച്ചിട്ട് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.